ഹലോ ഹായ്, ഞാൻ ഉണ്ണികൃഷ്ണനാണ്. ഇന്ന് വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു ചിക്കൻ ബിരിയാണി കഴിക്കാനാണ് കേട്ടോ വന്നത്. തിരുവനന്തപുരം ലുലു മാളിലുള്ള പാരഗണാണ്. ലുലു മാളിൽ പുതിയതായിട്ടാണ് പാരഗൺ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. തിരുവനന്തപുരത്ത് കേശവദാസപുരത്ത് ലുലു മാളിൽ മാത്രമാണ് ഈ ഒരു പാരഗൺ റെസ്റ്റോറൻ്റ് ഉള്ളത്. പുതുതായിട്ട് ചെയ്തുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്, നല്ല ആംബിയൻസ് ഒക്കെ ഉണ്ട്. മെനു നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ അവർ കാണിക്കുന്ന വേൾഡ് ഫേമസ് ബിരിയാണി എന്ന് പറഞ്ഞിട്ടാണ്. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള സ്റ്റാർട്ടേഴ്സും അതുപോലെ തന്നെ ബിരിയാണിയും ഡിഷസ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ഇതിനെല്ലാം പുറമെ തന്നെ ഉച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ നല്ല മീൽസ് കഴിക്കാൻ പറ്റും. നോൺ വെജ് മീൽസും വെജ് മീൽസും ഇവിടെ അവൈലബിൾ ആണ്. നോൺ വെജ് മീൽസിനോട് നല്ല അടിപൊളി മീൻ കറിയൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ ഒരു വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് കണ്ടു നോക്കിയാൽ അതിനെപ്പറ്റി കുറച്ചും കൂടെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. ഫേമസ് ആയ ഹോട്ടലായതുകൊണ്ട് തന്നെ ഭക്ഷണത്തിനെല്ലാം അത്യാവശ്യം റേറ്റ് ഉണ്ട്. ഇന്ന് എൻ്റെ കൂടെ 2 ഗസ്റ്റും കൂടെ ഉണ്ട് കേട്ടോ. അവർ ബാംഗ്ലൂരിലുള്ളവരാണ്. കേരളത്തിൽ വന്നപ്പോഴത്തേക്ക് പ്രത്യേകിച്ച് ട്രിവാൻഡ്രത്ത് വന്നപ്പം ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ബിരിയാണി കഴിക്കണമെന്ന് പറഞ്ഞ് ഞാൻ നേരെ പാരഗണിലാണ് കൊണ്ടുവന്നത്. ബിരിയാണിക്ക് പുറമെ ഞങ്ങൾ കുറച്ച് സ്റ്റാർട്ടേഴ്സും കൂടെ പറഞ്ഞു കേട്ടോ. ഇത് രംബയിലയിൽ സ്റ്റഫ് ചെയ്തിട്ടുള്ള ചിക്കനാണ്. ഇതവർ തവ ഫ്രൈ ചെയ്താണ് എടുക്കുന്നത്. ഇതിനകത്തുള്ള ചിക്കൻ കുഞ്ഞു പീസാണ്. അതിൽ കുറച്ച് മസാലയെല്ലാം ചേർത്തിട്ടാണ് അവർ ഈ ഒരു രംബയിലയിൽ പൊതിഞ്ഞെടുക്കുന്നത് കേട്ടോ. അത് പൊളിക്കാൻ കുറച്ച് പാടുണ്ടായിരുന്നു. പൊളിച്ചെടുക്കുമ്പോഴത്തേക്ക് ആ ഒരു ചിക്കൻ്റെ പീസ് ഇത്രേ കാണത്തുള്ളൂ കേട്ടോ. ചെറിയൊരു പീസാണ്. അതിൻ്റെ മസാലയുടെ കളറാണ് കേട്ടോ. ഇത് പച്ച കളറിലാണ് ഇരിക്കുന്നത്. പ്രത്യേകിച്ച് രംബയില എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലായി കാണും, ബിരിയാണിയിലിടുന്ന ഒരു ഇലയാണ്. ഭയങ്കര സ്വാദായിരുന്നു കേട്ടോ. ആ ഒരു ഇലയുടെ ടേസ്റ്റും കൂടെ ഈ ഒരു ചിക്കനിൽ നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട്. പച്ച കുരുമുളകും പിന്നെ പുതിനയിലും കൂടെ ചേർത്തിട്ടാണെന്ന് തോന്നുന്നുണ്ട് ഈ ഒരു മസാല ചെയ്തിട്ടുള്ളത്. എന്തായാലും വേറെ ലെവലാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഡിഷ് കഴിക്കുന്നത്. രംബയില കൊണ്ട് ഇങ്ങനെ കുറച്ച് ഡിഷസൊക്കെ ഉണ്ടാക്കുന്ന ഇപ്പോഴാണ് അറിഞ്ഞേട്ടോ. ചിക്കനെല്ലാം നല്ല സോഫ്റ്റായിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നിട്ടുള്ള ഈ ഒരു സോസും നല്ലതുപോലെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പാരഗണിൽ വരുമ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പറഞ്ഞത് പ്രോൺസ് തവ ഫ്രൈ ആണ്. അതും സ്റ്റാർട്ടേഴ്സിൻ്റെ ഇതിലാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അതും അത്യാവശ്യം നല്ല റേറ്റുള്ള ഒരു ഡിഷാണ്. എങ്കിലും ഒരുപാട് പ്രോൺസും അതുപോലെ തന്നെ തേങ്ങയൊക്കെ ഇട്ടിട്ടാണ് ഈ ഒരു സ്പെഷ്യൽ പ്രോൺസ് തവ ഫ്രൈ ചെയ്തിട്ടുള്ളത്. അതും കിഡിലായിരുന്നു കേട്ടോ. വെളിച്ചെണ്ണയിലാണ് മേക്ക് ചെയ്തിരിക്കുന്നത്. എല്ലാം കൂടെ കൊണ്ടും നല്ലൊരു കോമ്പിനേഷൻ ആയിരുന്നു കേട്ടോ സ്റ്റാർട്ടേഴ്സിൽ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെല്ലാം കഴിച്ച് കഴിഞ്ഞാൽ എങ്ങനെ ബിരിയാണി കഴിക്കുമെന്നല്ലേ. ഇത് ഞങ്ങൾ 3 പേരും കൂടെ ഷെയർ ചെയ്താണ് കഴിച്ചത്. അതുകൊണ്ട് അത്യാവശ്യത്തിനുള്ള വയറ് നിറഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോഴത്തേക്കും ഒരു കബാബ് കൂടെ വന്നു. കബാബ് അങ്ങനെ ട്രൈ ചെയ്യില്ല എന്ന് വെച്ചാൽ ബിരിയാണി വരുന്നുണ്ട്, കബാബ് ട്രൈ ചെയ്യുന്നത് മാറ്റി വെച്ചു. അപ്പോൾ ആദ്യം വന്ന് ചിക്കൻ ബിരിയാണിയാണ്. പിന്നെ ഞങ്ങളൊരു മട്ടൻ ബിരിയാണി കൂടെ പറഞ്ഞിട്ട് അത് നമ്മുടെ ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ്. അപ്പം കബാബ് കഴിക്കണമെന്നുണ്ട്, പക്ഷേ ഓവറായി കഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ ബിരിയാണി കഴിക്കാൻ പറ്റാതെ. ഇത്രയും സ്റ്റാർട്ടേഴ്സ് കഴിച്ച് അവർ രണ്ടുപേരും ഹാപ്പിയാണ് കേട്ടോ. അവർക്ക് നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു ചിക്കൻ ബിരിയാണി ആദ്യമായിട്ട് ട്രൈ ചെയ്യാൻ പോവാണ്. അത്യാവശ്യം വലിയൊരു ബൗളിലാണ് കേട്ടോ അവർ ഈ ഒരു ചിക്കൻ ബിരിയാണി സെർവ് ചെയ്തിട്ടുള്ളത്. കൈമ റൈസാണ് ചെയ്തിട്ടുള്ളത്. ചിക്കനൊക്കെ നല്ല സോഫ്റ്റാണ് കേട്ടോ. 2 വലിയ പീസ് ചിക്കൻ അതിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. റൈസ് ഇങ്ങനെ വിട്ട് വരുന്നത് എന്ന് പറയുന്നത് കേട്ടിട്ടില്ല, അതേപോലെ തന്നെയാണ് റൈസ് ചെയ്തിട്ടുള്ളത്. നല്ല സോഫ്റ്റായിട്ടാണ് കേട്ടോ. അങ്ങനെ അത് കഴിച്ച് നോക്കി, കിട്ടില്ലാൻ ടേസ്റ്റ് കേട്ടോ. മസാല എന്ന് പറഞ്ഞാൽ സാധാരണ ബിരിയാണിയിലെ മസാല നല്ല ഹാർഡായിരിക്കും, നല്ല ലൈറ്റ് മസാലയാണ്. ഓവറായിട്ടുള്ള മസാലയൊന്നും ആ ഒരു ബിരിയാണിയിൽ ഇല്ല കേട്ടോ. എന്തായാലും വേറെ ലെവൽ ടേസ്റ്റായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് പാരഗണിലെ ഈ ഒരു ചിക്കൻ ബിരിയാണി കഴിക്കുന്നത്. അതിൻ്റെ ഒരു ഹൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു രീതിയിൽ നമുക്ക് ആ രുചി കിട്ടിയിട്ടുണ്ട്. എന്തായാലും എല്ലായിടത്തുനിന്നും കഴിച്ച പോലത്തുള്ള ബിരിയാണിയിൽ നിന്നും ഡിഫറെൻറ്റ് ടൈപ്പായിട്ടുള്ള ഒരു ബിരിയാണി തന്നെയാണിത്. അതിൻ്റെ രുചി അനുസരിച്ചിട്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. പപ്പടവും ചിക്കൻ ബിരിയാണിയും ആ ഒരു മസാലയും കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കഴിച്ചേട്ടോ. ഒരു രക്ഷയില്ല. പ്രത്യേകിച്ച് പറയേണ്ടത് ഈ ഒരു ചമ്മന്തിയാണ്. പുതിന ചമ്മന്തിയാണ്. പുതിനയും തേങ്ങയൊക്കെ അരച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്ത ചമ്മന്തിയാണ് കേട്ടോ. അതും ഈ ഒരു ബിരിയാണിയോടെ ചേർന്നപ്പോഴേ അതിൻ്റെ രുചി വേറെ ലെവലായി കേട്ടോ. എന്തായാലും നമ്മുടെ ട്രിവാൻഡ്രത്തുള്ളവർ ഒരു വേൾഡ് ഫേമസ് ബിരിയാണി കഴിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പാരഗണിൽ വരാം. എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു. ഓരോരുത്തർക്ക് ഓരോ ടേസ്റ്റാണല്ലോ. അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടെ നിങ്ങൾ കഴിച്ചതിന് ശേഷം ഈ വീഡിയോയുടെ താഴെ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ച് നല്ലതുപോലെ വയറ് വീർത്തു. അതിനുശേഷം ജസ്റ്റ് കൈയൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് ഞങ്ങൾ അടുത്ത സെക്ഷനിലോട്ട് പോവുകയാണ്. അടുത്തത് ഡെസേർട്ട് സെക്ഷനാണ്. ആദ്യം നമ്മൾ ട്രൈ ചെയ്യുന്നത് കോക്കനട്ട് പുഡിംഗ് ആണ് കേട്ടോ. വൈറ്റ് ചോക്ലേറ്റ് ഇട്ടിട്ടുള്ള കോക്കനട്ട് പുഡിംഗ് ആണ്. നല്ല സ്വാദുണ്ടായിരുന്നു. പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് ആ ഒരു വൈറ്റ് ചോക്ലേറ്റ് ആണ് കേട്ടോ. അതിനുള്ളിൽ ഇട്ടിട്ടുള്ളത് നല്ല സ്ലൈസ് പോലെ ഇട്ടിട്ടുണ്ട്. ഒരുപാട് ചോക്ലേറ്റ് അവർ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും അത് അടിപൊളിയായിട്ടുണ്ട്. ഇത് ബ്രെഡ് പുഡിംഗ് ആണ് കേട്ടോ. അതിൻ്റെ മുകളിൽ ഫില്ല് ചെയ്തിട്ടുള്ളത് ജാമും അതുപോലെ തന്നെ ഹണിയാണ് കേട്ടോ. അത് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നല്ല സോഫ്റ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു പുഡിംഗ് ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്തത്. എന്തായാലും അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ പാരഗണിലെ ഫുഡൊക്കെ കഴിച്ചു. നല്ല ഹാപ്പി ആയിട്ട് പുറത്തിറങ്ങി കേട്ടോ. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ബെസ്റ്റ് ഇംപ്രഷൻ കേട്ടോ.